പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും ഖത്തർ അമീർ ഷെയ്ഖ് തമീം ബിൻ ഹമദ് അൽ താനിയും തമ്മിലുള്ള കൂടിക്കാഴ്ചയിൽ ഉഭയകക്ഷി ബന്ധത്തിന് ഒരു സുപ്രധാന ചുവടുവയ്പായി തന്ത്രപ്രധാന ബന്ധം ഉയർത്താനുള്ള കരാറുകളോടൊപ്പം ഉഭയകക്ഷി വ്യാപാരം ഇരട്ടിപ്പിക്കാനുള്ള നിർണായക ഉടമ്പടികളും ഇരുവരും ഒപ്പുവെച്ചു. 2030 ആകുമ്പോഴേക്കും വ്യാപാരം വർദ്ധിപ്പിക്കുന്നതിനായി ഖത്തർ ഇന്ത്യയിൽ $10 ബില്യൺ നിക്ഷേപം നടത്തും. ഇരു രാജ്യങ്ങളും തമ്മിലുള്ള വ്യാപാരം, നിക്ഷേപം, ഊർജം, സാംസ്കാരിക ബന്ധങ്ങൾ എന്നിവ ശക്തിപ്പെടുത്തുന്നതിന് നിരവധി സുപ്രധാന കരാറുകളിലാണ് ഇരുവരും ഒപ്പുവെച്ചത്. അടിസ്ഥാന സൗകര്യങ്ങൾ, സാങ്കേതികവിദ്യ, ഉൽപ്പാദനം തുടങ്ങിയ മേഖലകളിൽ ശ്രദ്ധ കേന്ദ്രീകരിച്ചാണ് ഇന്ത്യയിൽ $10 ബില്യൺ നിക്ഷേപിക്കുന്നത്. സാമ്പത്തിക സഹകരണം ശക്തിപ്പെടുത്തുന്നതിനോടൊപ്പം ഊർജ്ജ പങ്കാളിത്തം വികസിപ്പിക്കാനും ഇരു രാജ്യങ്ങളും തീരുമാനിച്ചിട്ടുണ്ട്. കായികം, ധനകാര്യം ഉൾപ്പെടെയുള്ള മേഖലകളിലും ഇരു രാജ്യങ്ങളും തമ്മിലുള്ള സഹകരണം ശക്തമാക്കാനും തീരുമാനമായി. ഇതിന് വിവിധ ധാരണാപത്രങ്ങളിൽ ഒപ്പുവെച്ചു. ഡൽഹിയിലെ ഹൈദരാബാദ് ഹൗസിൽ നടന്ന ഉഭയകക്ഷി ചർച്ച 1 മണിക്കൂറിലധികം നീണ്ടുനിന്നു. വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ, കേന്ദ്ര ധനമന്ത്രി നിർമ്മല സീതാരാമൻ തുടങ്ങിയവരും ചർച്ചയിൽ പങ്കെടുത്തു. ഖത്തർ അമീർ ഷെയ്ഖ് തമീം ബിൻ ഹമദ് അൽ താനി ദ്വിദിന ഔദ്യോഗിക സന്ദർശനത്തിനായാണ് ഡൽഹിയിലെത്തിയത്. അമീറിനെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി വിമാനത്താവളത്തിൽ സ്വീകരിച്ചു. ഡൽഹി വിമാനത്താവളത്തിൽ ഖത്തർ അമീറിന്റെ ഔദ്യോഗിക വിമാനത്തിന് സമീപത്തെത്തിയാണ് മോദി അദ്ദേഹത്തെ സ്വീകരിച്ചത്. ഔദ്യോഗിക സന്ദർശനത്തിനെത്തുന്ന രാഷ്ട്രത്തലവന്മാരെ പ്രധാനമന്ത്രി നേരിട്ടെത്തി സ്വീകരിക്കുന്നത് സാധാരണമല്ല. സഹോദരൻ എന്നാണ് പ്രധാനമന്ത്രി ഖത്തർ അമീറിനെ വിശേഷിപ്പിച്ചത്. ഖത്തർ പ്രതിനിധി സംഘവും ഡൽഹിയിലെത്തി. 2ാം തവണയാണ് ഷെയ്ഖ് ഹമദ് അൽ താനി ഇന്ത്യ സന്ദർശിക്കുന്നത്. 2015 മാർച്ചിലായിരുന്നു അദ്ദേഹം ഇതിനു മുൻപ് രാജ്യം സന്ദർശിച്ചത്.